പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം റോമ 8:32 വിശുദ്ധ പൗലോസ്ലീഹ ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ച് നമ്മോട് പറയുകയാണ്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ പീഡാസഹനത്തിനും കുരിശുമരണത്തിനുമായി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തരും എന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ഈ വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ യേശു പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്ന്. നാം എല്ലാവരും പല വിധത്തിൽ ഉത്കണ്ഠാകുലരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലിയില്ലായ്മയും രോഗപീഠകളും അതുപോലെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും എല്ലാം നമ്മെ അസ്വസ്ഥരാക്കുന്നുണ്ട്. എന്നാൽ യേശു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ എന്നാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം യേശുവാണ്. യേശു പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെ സ്വസ്ഥമാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അസ്വസ്ഥത ഒഴിവാക്കണം. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. അപ്പോൾ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവത്തിലാണ് നാം വിശ്വാസം അർപ്പിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും. വിശ്വസിക്കുമ്പോഴാണ് ദൈവമഹത്വം ദർശിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയുന്നത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു കാൽവരിയിൽ ജീവൻ ബലിയർപ്പിച്ചു. യേശുവിൻ്റെ കാൽവരിയിലെ മരണത്തിൻ്റെ യോഗ്യത നാം വിശ്വാസത്താൽ ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഇന്നും പീഡകൾ സഹിച്ച് യേശു മരിക്കുന്നു. യേശുവിൻ്റെ ശരീരവും രക്തവുമാണ് നാം സ്വീകരിക്കുന്നത്. നമുക്ക് യേശുവിലുള്ള ആഴത്തിലുള്ള വിശ്വാസത്തിൽ വളരാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.